ഹലോ എവരിബഡി, സുനിൽസ് ലേണിംഗ് വെഞ്ചർ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ കേരള രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിൽ നമ്മൾക്ക് ഒരു ഡോക്യുമെൻറ്റിനെ കുറിച്ച് സെർച്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ കേരള രജിസ്ട്രേഷൻ്റെ വെബ്സൈറ്റ് അടിച്ചു കൊടുക്കുക. pearl.registration.kerala.gov.in എന്ന് പറഞ്ഞ സൈറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഈ സെർച്ച് എന്ന് പറഞ്ഞ സെക്ഷനിൽ താഴെ ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ആ ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യൂ ഡീറ്റെയിൽസ് ഓഫ് ഡോക്യുമെൻറ്റ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കാണാം. അവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു ആധാർ നമ്പർ ഉണ്ട്. ആ ആധാർ നമ്പറിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള ഏത് രജിസ്റ്റർ ഓഫീസ് ആവട്ടെ, ആ രജിസ്റ്റർ ഓഫീസിൻ്റെ ബുക്ക് 1 രജിസ്റ്റർ ചെയ്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. വില്ലും പവർ ഓഫ് അറ്റോർണി ഒന്നും കാണാൻ പറ്റില്ല. ആധാരങ്ങൾ അതായത് ബുക്ക് 1 രജിസ്റ്റർ ചെയ്ത ആധാരങ്ങളുടെ ഡീറ്റെയിൽസ് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഇവിടെ ഡിസ്ട്രിക്റ്റും രജിസ്റ്റർ ഓഫീസും കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് വരും. അവിടെ നമുക്ക് കൊടുക്കാം. അവിടെ നമ്മൾ ഇവിടെ ഡിസ്ട്രിക്റ്റിൻ്റെ അവിടെ സെലക്ട് ചെയ്തിട്ട് ഡിസ്ട്രിക്റ്റ് കൊടുക്കാം. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പാലക്കാട് എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രിക്റ്റ് കൊടുക്കൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ അപ്പുറത്ത് തന്നെ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഉള്ള രജിസ്റ്റർ ഓഫീസുകളുടെ ലിസ്റ്റ് ഇവിടെ കാണിക്കും. അപ്പോൾ അവിടുന്ന് നമ്മൾ ഏതെങ്കിലും ഒരു രജിസ്റ്റർ ഓഫീസ് സെലക്ട് ചെയ്യുക. നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട രജിസ്റ്റർ ഓഫീസ് സെലക്ട് ചെയ്യുക. ഡിസ്ട്രിക്റ്റ് അതുപോലെ തന്നെ ഏത് ഡിസ്ട്രിക്റ്റിൻ്റെ രജിസ്റ്റർ ഓഫീസിൻ്റെ കീഴിലുള്ള ആധാർ നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ ഡിസ്ട്രിക്റ്റും നമ്മുടെ സബ് രജിസ്റ്റർ ഓഫീസിൻ്റെയും ഡീറ്റെയിൽസ് കൊടുക്കുക. ഇനി നമുക്ക് ഏത് വർഷമാണ് ആ ആധാരം നടന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇപ്പോൾ ഒരു ഇയർ കൊടുക്കുക. അതിൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ നമ്പർ കൊടുക്കുക. ഡോക്യുമെൻറ്റിൻ്റെ നമ്പർ കൊടുത്തിട്ട് നമ്മൾ ആ അടിയിൽ കാണുന്ന ക്യാപ്ച അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെർച്ച് ക്ലിക്ക് ചെയ്യുക. സെർച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഡോക്യുമെൻറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണിക്കും. ഡോക്യുമെൻ്റ് എമൗണ്ട് എത്രയാണ് കാണിച്ചിരിക്കുന്നത്, രജിസ്ട്രേഷൻ ഡേറ്റ്, രീതി, അത് എന്ത് ടൈപ്പ് ഓഫ് ഡോക്യുമെൻ്റ് ആണെന്നുള്ളത്, ആ ഡോക്യുമെൻ്റിൻ്റെ വോളിയം കിട്ടും, അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീ പേ ചെയ്ത്, ക്ലെയിമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, എക്സിക്യൂട്ടീവിൻ്റെ ഡീറ്റെയിൽസ്, പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കും. പ്രോപ്പർട്ടി ഡീറ്റെയിൽസ്, പ്രയർ ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസ്. നമ്മൾ ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഓൺലൈൻ ചെയ്യുമ്പോൾ പ്രയർ ഡോക്യുമെൻറ്റ് കൊടുക്കും. ആ പ്രയർ ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസും കാണിക്കും നമുക്ക്. അപ്പോൾ ഇത്രയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റിൽ പോവുക. അവിടെ മുകളിലായിട്ട് സെർച്ച് ഓർ ക്വയറി എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അവിടെ ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വ്യൂ ഡീറ്റെയിൽസ് ഓഫ് ഡോക്യുമെൻറ്റ് വരും. അതിൻ്റെ അകത്ത് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും, രജിസ്റ്റർ ഓഫീസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും, ഇയർ സെലക്ട് ചെയ്യാനുള്ളതും ആ ഡോക്യുമെൻറ്റ് നമ്പറും നമ്മൾ കൊടുക്കുക. എന്നിട്ട് താഴെ ക്യാപ്ച കൊടുത്തിട്ട് സെർച്ച് ചെയ്താൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസും ആധാരത്തിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കിട്ടും. ഡോക്യുമെൻ്റ് എമൗണ്ട്, എന്ത് ടൈപ്പ് ഓഫ് ഡോക്യുമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത്, വാങ്ങണവരുടെ വിറ്റവരുടെയും വാങ്ങാവുടെയും ഡീറ്റെയിൽസും, പ്രോപ്പർട്ടി ഡീറ്റെയിൽസും, ഇതൊക്കെ പ്രയർ ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസും ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.